തൃശൂർ ചേറ്റുവയിൽ സിപിഐഎം പ്രവർത്തകന് വെട്ടേറ്റു. ഏങ്ങണ്ടിയൂർ സ്വദേശി നാസറിനെയാണ് ബിജെപി പ്രവർത്തകർ ആക്രമിച്ചത്. വിവരങ്ങളുമായി ദിൽജിത്ത് ചേരുകയാണ്. ദിൽജിത്ത്, എപ്പോഴായിരുന്നു സംഭവം? വിവരങ്ങൾ. അഞ്ചു അല്പസമയം മുമ്പാണ് സിപിഐഎം പ്രവർത്തകനായ നാസറിന് ചേറ്റുവയിൽ വെച്ച് വെട്ടേറ്റത്. ഏങ്ങണ്ടിയൂർ സ്വദേശി നാസറിനാണ് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. നാസറിനെ ഇപ്പോൾ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവത്തിന് പിന്നിൽ ബിജെപി പ്രവർത്തകരാണ് എന്നാണ് പ്രദേശത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം ജില്ലയിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇലക്ഷൻ വോട്ടെണ്ണൽ ദിനത്തിൽ കയ്പമംഗലം മണ്ഡലത്തിലെ സിപിഐ LDF സ്ഥാനാർത്ഥി ടൈസൺ മാസ്റ്ററുടെ വിജയാഹ്ലാദത്തിനിടെ ഉണ്ടായ സംഘർഷം, ആ സംഘർഷത്തിൽ ഒരു ബിജെപി പ്രവർത്തകനെ പരിക്കേറ്റിരുന്നു. തുടർന്ന് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം ഈ ബിജെപി പ്രവർത്തകൻ മരിച്ചതിനെ തുടർന്ന് ജില്ലയിൽ ബിജെപി ഹർത്താലിന് ആഹ്വാനം ചെയ്ത് ഈ ഹർത്താലിനിടയ്ക്ക് ഇടവിലങ്ങ് CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ വ്യാപകമായ ആക്രമണം ഉണ്ടായി. സമീപത്തെ ചുമട്ടുതൊഴിലാളി ഓഫീസും CITU ഓഫീസും ഉൾപ്പെടെയുള്ള CPIM ഓഫീസുകൾ എല്ലാം തന്നെ അടിച്ചു തകർക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. അടിച്ചു തകർത്ത ഓഫീസുകൾക്ക് തീയിടുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണ സംഭവങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് തൃശൂർ ചേറ്റുവയിൽ CPIM പ്രവർത്തകർക്ക് നേരെ BJPയുടെ ആക്രമണം ഉണ്ടായത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കൂട്ടി വായിക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ നാസറിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിൽജിത്ത്, അതുതന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഘർഷഭരിതമായിരുന്നു തൃശൂർ ജില്ല. ഇന്ന് ദില്ലിയിലുണ്ടായ സംഭവം കൂടി എടുത്താൽ സംസ്ഥാനത്ത് BJPക്ക് നേരിട്ട കനത്ത തിരിച്ചടി, അതുതന്നെ അതിലൂടെ ഉണ്ടായ അസഹിഷ്ണുത, അതുതന്നെയാണോ BJP പ്രവർത്തകരെ ഇത്ര അക്രമ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നതും? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിൽ വോട്ടെണ്ണൽ ദിനത്തിൽ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ജില്ലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി BJP പ്രവർത്തകർ ശ്രമം ആരംഭിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കയ്പമംഗലം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും വിജയിയായ ET ടൈസൺ മാസ്റ്ററുടെ വിജയാഹ്ലാദത്തിനിടയിലേക്ക് ഇത്തരത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് BJP പ്രവർത്തകർ എടുത്തു കയറുകയും പ്രശ്നം ഉണ്ടാവുകയും ചെയ്തത്. തുടർന്നാണ് ഇത്തരത്തിൽ ചെറിയ സംഘർഷം പ്രദേശത്ത് ഉണ്ടാവുകയും പരിക്കേറ്റ പ്രവർത്തകൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. തുടർന്ന് വീണ്ടും സംഘർഷങ്ങൾ രൂക്ഷമാവുകയും തൊട്ടടുത്ത ദിവസം BJP ആഹ്വാനം ചെയ്ത ഹർത്താലിലും വ്യാപകമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ CPIM ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടത്തുന്നു. പ്രത്യേകിച്ച് ലോക്കൽ കമ്മിറ്റി ഓഫീസുകൾ അടിച്ചു തകർക്കുകയും ഓഫീസുകൾക്ക് തീയിടുകയും ചെയ്യുന്ന ആക്രമണ സംഭവങ്ങൾ വ്യാപകമായി നടക്കുന്നു. രാത്രികാലങ്ങളിൽ CPIM പ്രവർത്തകരെ ആക്രമിക്കുന്ന പ്രവൃത്തികളും തുടർന്നുകൊണ്ട് ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ചേറ്റുവ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പുതിയ സംഭവവും CPIM പ്രവർത്തകനെ വെട്ടേൽക്കുന്ന ഒരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ പ്രവർത്തകന്റെ ജീവൻ രക്ഷിക്കുന്നതിനുള്ള ശ്രമത്തിനായി അദ്ദേഹത്തെ ഇപ്പോൾ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഏതായാലും സംഭവത്തിൽ ഇപ്പോൾ BJP പ്രവർത്തകരാണ് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് പ്രവർത്തകനെ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമാണ്. തൃശൂർ ചേറ്റുവയിൽ CPIM പ്രവർത്തകന് നേരെ BJP പ്രവർത്തകരുടെ ആക്രമണം. ഏങ്ങണ്ടിയൂർ സ്വദേശി നാസറിനെ അതീവ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിവരങ്ങളാണ് ദിൽജിത്ത് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. LDF മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 19 പേർ. CPIMൽ നിന്ന് 12 പേരും CPIയിൽ നിന്ന് 4-ഉം ജനതാദൾ, NCP, കോൺഗ്രസ്, S തുടങ്ങിയ ഘടകകക്ഷികളിൽ നിന്ന് ഒരാളും വീതം മന്ത്രിയാകും. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗങ്ങളെ 25ആയി പരിമിതപ്പെടുത്താനും 60 വയസ്സിന് മുകളിലുള്ളവരെ ഒഴിവാക്കാനും ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന LDF യോഗത്തിൽ തീരുമാനമായി. ബുധനാഴ്ച മുഖ്യമന്ത്രി ഉൾപ്പെടെ 19 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. LDF മന്ത്രിസഭയിൽ ആരൊക്കെയായിരിക്കും മന്ത്രിമാർ എന്നത് സംബന്ധിച്ച് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അന്തിമ തീരുമാനമാകും. CPIMന്റെയും CPIയുടെയും മന്ത്രിമാർ ആരൊക്കെയെന്ന് തിങ്കളാഴ്ച അറിയാം. LDF കൺവീനർ വൈക്കം വിശ്വൻ. പുതിയ ഗവൺമെൻറ്റിൽ ഉള്ള മന്ത്രിസഭയിൽ 19 അംഗങ്ങൾ ഉണ്ടാകും. UDFൻ്റെ ഗവൺമെൻറ് ഉള്ളപ്പോൾ 21 അംഗങ്ങളും പിന്നെ ചീഫ് വിപ്പ് എന്ന മന്ത്രിയുടെ പദവിയും ഉണ്ടായിരുന്നൊരു സ്ഥിതിയുണ്ട്. അത്രയും വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. CPIയിൽ നിന്ന് പുതുമുഖങ്ങൾ മന്ത്രിമാരാകാനാണ് സാധ്യത. E ചന്ദ്രശേഖരൻ, VS സുനിൽകുമാർ, K രാജു, P തുലോത്തമൻ എന്നിവരെ പരിഗണിക്കുന്നതായാണ് സൂചന. പരിചയസമ്പന്നരെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനം കൈക്കൊണ്ടാൽ C ദിവാകരനും മുല്ലക്കര രത്നാകരനും മന്ത്രിസഭയിലെത്തും. മന്ത്രിമാരെ നിശ്ചയിക്കാൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ചേരും. കോൺഗ്രസ് എസിൽ നിന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയാകും. NCPയുടെയും ജനതാദളിന്റെയും മന്ത്രിമാരെ 2 ദിവസത്തിനകം നിശ്ചയിക്കും. ന്യൂസ് ബ്യൂറോ,
തിരുവനന്തപുരം. LDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കായി തലസ്ഥാനം ഒരുങ്ങുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൻ ബഹുജന പങ്കാളിത്തത്തോടെ നടത്തുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ഒരുക്കങ്ങൾ തുടങ്ങി. ബുധനാഴ്ച വൈകിട്ട് 5-നാണ് പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. ജനപക്ഷ സർക്കാർ അധികാരത്തിലേറുമ്പോൾ സാക്ഷികളാകാൻ പരമാവധി ജനങ്ങൾക്ക് അവസരമൊരുക്കാൻ വേണ്ടിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ വേദിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ സാധാരണ രാജ്ഭവൻ അങ്കണത്തിലാണ് നടക്കാറ്. എന്നാൽ 2006-ൽ VS അച്യുതാനന്ദൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തത് തലസ്ഥാനത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുജനങ്ങളെ സാക്ഷി നിർത്തിയായിരുന്നു. പുതിയ LDF മന്ത്രിസഭയും ആ മാതൃക പിന്തുടരുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ബുധനാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകിട്ട് 4-ന് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് P. സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വൻ ജനാവലിയാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തുക. 50,000-ഓളം പേർക്ക് ചടങ്ങ് വീക്ഷിക്കുന്നതിനുള്ള സൗകര്യമാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുങ്ങുന്നത്. വേദിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഒപ്പം പുതിയ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വരവേൽക്കാൻ സെക്രട്ടേറിയറ്റും ഒരുങ്ങുന്നു. ഉമ്മൻചാണ്ടിയും മുൻ മന്ത്രിമാരും ഓഫീസുകൾ ഒഴിഞ്ഞതോടെ അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. LDF മന്ത്രിസഭയിലെ CPI മന്ത്രിമാരെ സംബന്ധിച്ച് പട്ടികയ്ക്ക് ഏകദേശ രൂപമായി. മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 പേരാണ് മന്ത്രിമാരാവുക. മന്ത്രിമാരിൽ 8 പേർ പുതുമുഖങ്ങളാണ്. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ബുധനാഴ്ച തീരുമാനമാകും. തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് മന്ത്രിമാരെ സംബന്ധിച്ച് ഏകദേശ പട്ടികയ്ക്ക് രൂപം നൽകിയത്. മന്ത്രിസഭയിൽ EP ജയരാജൻ, ഡോക്ടർ TM തോമസ് ഐസക്, AK ബാലൻ, KK ശൈലജ, TP രാമകൃഷ്ണൻ, G സുധാകരൻ, കടകംപള്ളി സുരേന്ദ്രൻ, പ്രൊഫസർ C രവീന്ദ്രനാഥ്, J മേഴ്സിക്കുട്ടിയമ്മ, AC മൊയ്തീൻ, KT ജലീൽ എന്നിവരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സ്പീക്കറായി P ശ്രീരാമകൃഷ്ണനാണ് പരിഗണനയിലുള്ളത്. തിങ്കളാഴ്ച ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മന്ത്രിമാരെ സംബന്ധിച്ചും സ്പീക്കറെ സംബന്ധിച്ചും അന്തിമ തീരുമാനം കൈക്കൊള്ളും. മന്ത്രിമാരായി പരിഗണിക്കുന്നവരിൽ 8 പേർ പുതുമുഖങ്ങളാണ്. ഡോക്ടർ TM തോമസ് ഐസക്, AK ബാലൻ, G സുധാകരൻ എന്നിവർ VS മന്ത്രിസഭയിലും അംഗങ്ങളായിരുന്നു. മന്ത്രിമാരായി പരിഗണിക്കുന്നവരിൽ 2 പേർ വനിതകളുമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. LDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കായി തലസ്ഥാനം ഒരുങ്ങുകയാണ്. കേരളത്തെ വിഴുങ്ങാനായി പിളർന്നു നിൽക്കുന്ന വിഷപ്പാമ്പിന്റെ പിടിയിൽ നിന്നും ഭാവി തലമുറയെ രക്ഷിക്കാൻ കേരളത്തിൽ ഇടതുഭരണം വരേണ്ടത് അനിവാര്യമായിരുന്നുവെന്ന് VS. ദേശീയതലത്തിൽ വർഗീയതയ്ക്ക് എതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമരശക്തി നിലനിർത്താനും കേരളത്തിലെ ഇടതു വിജയം അനിവാര്യമായിരുന്നു. അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരായ പോരാട്ടങ്ങൾ തുടരും. തെരഞ്ഞെടുപ്പിനിറങ്ങിയത് ചരിത്രപരമായ കടമ നിറവേറ്റാനാണ്. നിറവേറ്റിയത് സമൂഹത്തോടും പാർട്ടിയോടും ജനങ്ങളോടുമുള്ള കടമയാണെന്നും VS തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിക്കുന്നു. ദില്ലിയിൽ CPIM ആസ്ഥാനമായ AKG ഭവന് നേരെ BJP ആക്രമണം. AKG ഭവന്റെ ബോർഡ് BJP പ്രവർത്തകർ തല്ലി തകർത്തു. 2 മണിക്കൂറോളം BJPക്കാർ കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ അഴിഞ്ഞാടി. ദില്ലി പോലീസ് നിഷ്ക്രിയരായി നോക്കി നിന്നു. കേരളത്തിൽ CPIM നേടിയ ജനാധിപത്യ വിജയം അംഗീകരിക്കാൻ മടിയായതിനാലാണ് BJP ആക്രമണം നടത്തുന്നതെന്ന് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. BJP ദില്ലി സംസ്ഥാന അധ്യക്ഷൻ സതീഷ് ഉപാധ്യായയുടെ നേതൃത്വത്തിലായിരുന്നു CPIM ദേശീയ ആസ്ഥാനത്തിന് നേരെ ആക്രമണം. കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് AKG ഭവന് നേരെ പ്രകടനം നടത്തുമെന്ന് നേരത്തെ BJP പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ AKG ഭവന് മീറ്ററുകൾക്കകലെ പോലീസ് ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷെ പ്രകടനക്കാർ എത്തിയതോടെ പോലീസ് പിൻവാങ്ങി. ബാരിക്കേഡുകളെല്ലാം നിഷ്പ്രയാസം തകർത്തു. കേരളത്തിനെതിരെ മുദ്രാവാക്യം വിളികളുമായി AKG ഭവന് നേരെ പ്രകടനക്കാർ ആഞ്ഞെടുത്തു. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ അസഭ്യം പറഞ്ഞും അദ്ദേഹത്തിനെതിരെ ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഉയർത്തിയായിരുന്നു പ്രകടനം. AKG ഭവനിനുള്ളിലേക്ക് കടക്കാനും പ്രകടനക്കാർ ശ്രമിച്ചു. കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ AK ഗോപാലൻ ഭവൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ചുവന്ന ബോർഡ് കല്ലുകൊണ്ട് ഇടിച്ച് പ്രവർത്തകർ തകർത്തു. ഏകദേശം 2 മണിക്കൂറോളം റോഡ് മുഴുവൻ അഴിഞ്ഞാടുകയായിരുന്നു BJP. കേരളത്തിൽ പാർട്ടി നേടിയ ജനാധിപത്യ വിജയം അംഗീകരിക്കാൻ BJPക്ക് കഴിയാത്തതുകൊണ്ടാണ് ആക്രമണം നടത്തുന്നതെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. This happened all across the state of Kerala, that the BJP is simply just not willing
to accept the democratic verdict of the people of Kerala. കേരളത്തിൽ സംഘപരിവാർ പ്രവർത്തകർക്ക് നേരെ CPIM ആക്രമണം നടത്തുന്നുവെന്ന് ആരോപിച്ച് നടന്ന പ്രകടനം തന്നെ ആക്രമണമായി. വലിയൊരു സംഘർഷത്തിനാണ് ഇന്ന് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. BJP അതിന്റെ എല്ലാവിധ ഭരണ സ്വാധീനങ്ങളും ഉപയോഗിച്ചപ്പോൾ CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസിന് മുമ്പിലെ ബോർഡുകൾ വരെ തകർക്കപ്പെട്ടു. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്.